24 ബിഗ് എക്സ്ക്ലൂസീവ്. കച്ചേരിക്ക് പിന്നാലെ തൃശൂർ ചേലക്കരയിലും BJP കിറ്റ് വിതരണം ചെയ്തതായി പരാതി. കിറ്റ് ലഭിച്ചെന്ന് വയോധിക സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. രാമകൃഷ്ണേട്ടന്റെ ടൈലർ ഒരു മോനാണോ? അല്ല, ടൈലർ ഉണ്ടായിരുന്നില്ലേ? ആളുടെ മോനാ. ആ കുട്ടി അത് വലിയ ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ കിറ്റ് വാങ്ങാൻ ആ വയോധികയെ നിർബന്ധിക്കുന്നുണ്ടല്ലേ? കിറ്റ് വാങ്ങാൻ വയോധികരെ നിർബന്ധിക്കുക മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളത്. അവർ ഇവിടെ കിറ്റ് വന്ന് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത്. ചേലക്കര എന്നാൽ പാലക്കാട് ജില്ലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ആ മേഖലയിലാണ്, പാലക്കാടാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പണം കൊടുത്തു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നത്. ഇത് പക്ഷേ തൃശൂർ ജില്ലയുടെ മേഖലയാണ്. എന്തായാലും പാലക്കാട് ജില്ലയോട് ഒറ്റപ്പാലത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഈ കൊണ്ടാഴി പഞ്ചായത്ത്, മായന്നൂരടക്കമുള്ള പ്രദേശങ്ങളാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ കിറ്റ് വിതരണം ചെയ്തു എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. കിറ്റടക്കമാണ് ആ വയോധിക നിഷ്കളങ്കമായി കാണിക്കുകയാണ്. അതിനുശേഷം അവർ തന്നെ പറയുന്നുണ്ട്, വോട്ട് ആർക്ക് ചെയ്യണമെന്നത് നമ്മളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, കിറ്റ് അവർ കൊണ്ടുവന്ന് തന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. BJP പ്രവർത്തകരുടെ പേരുകളൊക്കെയാണ് പറയുന്നതെന്നാണ് കോൺഗ്രസ് CPIM പ്രവർത്തകർ ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതൊരു ഉറച്ച കോൺഗ്രസ് വോട്ട് ഉള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ വയോധികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ കിറ്റ് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. നേരത്തെ കാച്ചേരിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ കിറ്റ് ആ മേഖലയിൽ അച്ചാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വാർത്തയും അതുപോലെ ബന്ധപ്പെട്ട പരാതികളും ഒക്കെ അല്പസമയം മുൻപ് ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഭാഗമായി CPIMന്റെയും LDFന്റെയും നേതാക്കളൊക്കെ തന്നെ കളക്ടറേറ്റിൽ ഇപ്പോൾ ഒരു കുത്തിയിരിപ്പ് സമരം കഴിഞ്ഞ് തിരികെ വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കിറ്റുകൾ കൃത്യമായ രീതിയിൽ ചേലക്കര, തൃശൂർ മണ്ഡലത്തിലെ അതിർത്തി പ്രദേശമായ ചേലക്കര മണ്ഡലത്തിൽ ഇത്തരത്തിൽ വിതരണം ചെയ്തതായി പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും LDFന്റെ പരാതി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അവസാനം ADM ആയിരുന്നു ആ പരാതി സ്വീകരിച്ചത്. ആ സമയത്താണ് വീണ്ടും ഈ കിറ്റ് വിവാദം പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ടാണ് ഈ കിറ്റ് വിതരണം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. വർഷ, തൃശൂർ ചേലക്കരയിലും BJPയുടെ കിറ്റ് വിതരണം ചെയ്തിരിക്കുകയാണ്. കിറ്റ് ലഭിച്ചെന്ന് വയോധിക സമ്മതിക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.